ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന്. NDA ഇന്ത്യ മുന്നണികൾക്ക് നിർണായകമായ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവസാനവട്ട തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ NDA ഇന്ത്യ മുന്നണികൾ ദില്ലിയിൽ യോഗം ചേർന്നു. NDA മുന്നണിക്ക് വേണ്ടി തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന RSS നേതാവും നിലവിലെ മഹാരാഷ്ട്ര ഗവർണറുമായ CP രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത്. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. കണക്കുകളിലെ മുൻതൂക്കം അനുകൂലമാക്കി മാറ്റാനുള്ള തന്ത്രങ്ങളാണ് NDA മുന്നണി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷ വോട്ടുകൾ പരമാവധി സമാഹരിച്ച് ശക്തി തെളിയിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നത്. BRSഉം BJDയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ സഖ്യം ലക്ഷ്യം വെക്കുന്ന ക്രോസ് വോട്ടുകൾക്കുള്ള സാധ്യത കുറഞ്ഞിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അട്ടിമറി പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ക്രോസ് വോട്ടുകൾ ഉണ്ടാകുന്നെങ്കിൽ അത് എവിടെ നിന്നാണ് ചോർന്നത് തുടങ്ങിയ കാര്യങ്ങൾ മുന്നണികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്ന് ഉറപ്പാണ്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അംഗങ്ങൾ രഹസ്യ ബാലറ്റ് വഴിയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. BRSഉം BJDയും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ ആകെ പോൾ ചെയ്യാൻ സാധ്യതയുള്ള വോട്ട് 770 ആണ്. കണക്കുകൾ പ്രകാരം ഇതിൽ 423 വോട്ട് NDAയ്ക്കും 322 വോട്ട് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കണം. വിജയസാധ്യത ഇല്ലെങ്കിലും ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് ലഭിക്കേണ്ട വോട്ടിൽ ഒരു വോട്ട് കുറഞ്ഞാൽ പോലും അത് ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാകും. എല്ലാ അംഗങ്ങളും കൃത്യമായി വോട്ടെടുപ്പിൽ പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൈകിട്ട് ചേർന്ന NDA യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. വോട്ടെടുപ്പിൽ നിന്ന് അകാരണമായി വിട്ടുനിന്നാൽ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് BJP നൽകിയിട്ടുണ്ട്. വോട്ടുകൾ ചോരാതിരിക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യ സഖ്യവും ഊർജിതമാക്കിയിട്ടുണ്ട്. 2022 നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ജഗദീപ് ധൻഖർ 74.4% വോട്ട് നേടിയായിരുന്നു വിജയിച്ചത്. തമിഴ്നാട് BJPയുടെ അധ്യക്ഷനായിരുന്ന CP രാധാകൃഷ്ണൻ RSSലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. ജനസംഘത്തിന്റെ നേതാവായിരുന്ന രാധാകൃഷ്ണൻ പിന്നീട് BJPയുടെ തമിഴ്നാട്ടിലെ പ്രധാന നേതാക്കളിൽ ഒരാളായി. കോയമ്പത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട CP രാധാകൃഷ്ണൻ നേരത്തെ ജാർഖണ്ഡ് ഗവർണറായിരുന്നു. 2020 മുതൽ 2022 വരെ BJPയുടെ കേരള പ്രഭാരിയുടെ ചുമതലയും വഹിച്ചിരുന്നു. 2 തവണ കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2016 കയർ ബോർഡ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട രാധാകൃഷ്ണൻ 4 വർഷം ആ പദവിയിൽ തുടർന്നു. 2023 ഫെബ്രുവരി 18 രാധാകൃഷ്ണൻ ജാർഖണ്ഡ് ഗവർണറായി നിയമിതനായി. ജാർഖണ്ഡ് ഗവർണറായിരിക്കെ തെലങ്കാന ഗവർണറുടെ ചുമതലകൾ നിർവഹിക്കുന്നതിനും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായും രാധാകൃഷ്ണൻ നിയോഗിതനായിരുന്നു. പിന്നീട് 2024 ജൂലൈ 31 മഹാരാഷ്ട്ര ഗവർണറായി ചുമതലയേറ്റത്. സുപ്രീം കോടതി മുൻ ജഡ്ജിയായ സുദർശൻ റെഡ്ഡി ഗോവയുടെ ആദ്യ ലോകായുക്ത കൂടിയാണ്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ച സുദർശൻ റെഡ്ഡി 1988 ഹൈക്കോടതിയിൽ സർക്കാർ പ്ലീഡറായും പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സ്റ്റാൻഡിംഗ് കൗൺസിലായും നിയമിക്കപ്പെട്ടു. 1993 ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി ചുമതല ഏറ്റെടുത്തു. 2005 ഗുവാഹത്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ സുദർശൻ റെഡ്ഡി 2007 സുപ്രീം കോടതി അഡീഷണൽ ജഡ്ജിയായി ചുമതലയേറ്റത്. 2011 വിരമിച്ചു.